CAD fourth module geometric modeling. ഫസ്റ്റ് ആദ്യം തന്നെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ജോമെട്രിക് മോഡലിംഗ് എന്താണ്? ഏതൊരു സോളിഡ് മോഡൽ, ഒരു 3D മോഡലിനെ ഒരു നമ്മുടെ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം കോർഡിനേറ്റ്സും സ്പെസിഫൈ ചെയ്യും, പിന്നെ അത് പോയിന്റ്സ് തമ്മിലുള്ള റിലേഷൻ അതൊക്കെ അതെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട് ആ സോഫ്റ്റ്വെയർ. അതിന് എപ്പോഴും മാത്തമാറ്റിക്കൽ representation of any geometrical form is known as geometrical modeling. ഇനി അതിൻ്റെ എന്തിനാണ് ജോമെട്രിക്കൽ മോഡലിംഗ് വേണ്ടത്? കുറേ പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സ് എല്ലാം ഒന്ന് നോക്കാം. ആദ്യം തന്നെ പാർട്സും അസംബ്ലീസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CAD ചെയ്ത പോലെ തന്നെ പാർട്സ് ഉണ്ടാക്കും. സ്കെച്ച് ചെയ്തിട്ട് അത് എക്സ്ട്രൂഡ് ചെയ്ത് പാർട്സ് ഉണ്ടാക്കുന്ന പോലെ അത് ജോമെട്രിക് മോഡലിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോംപ്ലെക്സ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ അത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കും. സിമ്പിൾ പാർട്സ് ഉണ്ടാക്കി വെച്ചിട്ട് അസംബിൾ ചെയ്തെടുക്കും. അതിനാണ് അസംബ്ലി എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് നമുക്കത് അനാലിസിസ് ചെയ്യണം. സ്ട്രക്ചറൽ അനാലിസിസോ സ്റ്റാറ്റിക്കോ ഇനേർഷ്യൽ ഡൈനാമിക് അനാലിസിസോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ആ ജോമെട്രിക്കൽ മോഡൽ വേണം. അപ്പം അതിന് ഉപയോഗിക്കാം. നമ്മൾ അനാലിസിസ് ചെയ്ത പോലെ CADൽ നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്തു. അപ്പം അതിന് ജോമെട്രിക്കൽ മോഡലിംഗ് ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്. പിന്നെന്താ പിന്നെ നമുക്ക് ഇപ്പം CAD നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം ഏതെങ്കിലും ഒരു മോഡൽ അത് ഏത് മെറ്റീരിയലാണെന്നൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് മെറ്റീരിയൽ കോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം ഈ CAD മോഡലിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് എത്ര വോള്യൂം ഓഫ് മെറ്റീരിയൽ അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ സർഫേസ് ഏരിയയും പിന്നെ ഓരോ ടൈപ്പ് മെറ്റീരിയൽ എത്ര വോള്യൂം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാം. അതിനൊക്കെ വേണ്ടതാണ് ജോമെട്രിക് മോഡലിംഗ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് 3D മോഡലിംഗ് ടെക്നിക്സ് നോക്കാം. മോഡലിംഗ് ടെക്നിക്സ് ഫുൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള മോഡലുകൾ അധികം കാര്യമായിട്ട് നോക്കാനില്ല. ഫസ്റ്റ് വയർ ഫ്രെയിം മോഡലിങ്ങിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിനകത്ത് ഇത് സർഫേസ് റെപ്രസെൻറ്റേഷൻ അത് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു മെഷ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു വയർ മെഷ് ആയിരിക്കും ഒരു സർഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ പോയിന്റ്സും ഡിഫൈൻഡ് ആയിരിക്കത്തില്ല. അതൊരു കണ്ടിന്യൂം അല്ല, നോട്ട് എ കണ്ടിന്യൂ. അപ്പം എല്ലാ പോയിന്റ്സിലും നോ ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് എവറി പോയിന്റ്. അതിനെ വയർ ഫ്രെയിം മോഡൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ നോട്ട്സ് ആണ്. നോട്ട്സ് എന്ന് പറയുന്നത് വേർട്ടിസസ് അല്ലെങ്കിൽ പോയിന്റ്സും ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻസോ ആർക്സോ കർവ്സോ അത് വെച്ചിട്ടാണ് വയർ ഫ്രെയിം മോഡൽ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ പോലെ തന്നെ കുറേ എംപ്റ്റി സ്പേസസ് ആണ്. ആ സ്പേസസിലാണ് ഷേപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാത്തത്. ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ദാറ്റ് ഡിഫൈൻസ് എനി പോയിന്റോ കർവോ അങ്ങനെ. അപ്പം കുറേ പോയിന്റ്സ് അതുപോലത്തെ കുറേ എംപ്റ്റി സ്പേസസ് ഉണ്ടല്ലോ. ഈ കർവ്സിന് ഇടയ്ക്കുള്ള സ്പേസ് അവിടെ ദർ ഇസ് നോ സ്കിന്നില്ലെന്ന് പറയാം. അപ്പം അവിടെ ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത്രേ ഉള്ളൂ വയർ ഫ്രെയിം മോഡലിംഗ്, അത്രേ ഉള്ളൂ. അതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ലെസ് യൂട്ടിലൈസേഷൻ ഓഫ് മെമ്മറി സ്പേസ്, മെമ്മറി കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാം,
പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാം ഷേപ്സ്. ഇപ്പം ഇങ്ങനെ ഒരു 4 പോയിന്റ്സ് ഒരു കർവ് ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മോഡിഫൈ ആണെങ്കിൽ ഇപ്പോൾ ഒരു പോയിന്റ് നമ്മൾ ആ പോയിന്റ് തന്നെ നമുക്ക് കുറച്ചും ഇങ്ങോട്ട് മാറ്റി ഇപ്പം ആ ഡിസൈൻ അത് പെട്ടെന്ന് മോഡിഫൈ ചെയ്യാം. ഏത് ഷേപ്പായാലും ഷേപ്സ് ആയാലും നമുക്ക് ആ നോട്ട്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ വെർട്ടിസസ് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ കർവിൻ്റെ ആ കർവേച്ചറൊക്കെ മാറ്റി പെട്ടെന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും വയർഫ്രെയിം മോഡലിംഗ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല. കാരണം കുറേ വേക്കൻറ്റ് സ്പേസസ് ഉണ്ടല്ലോ, അവിടെ ഒന്നും ഷേപ്പ് ഞാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല ഷേപ്പ് ഫംഗ്ഷൻ. അതുകൊണ്ട് യൂസേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നില്ല അതിനെക്കുറിച്ച്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് വയർഫ്രെയിം മോഡലിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് നോ കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ആദ്യം തന്നെ. രണ്ടാമത് ഇൻഫർമേഷനകത്ത് നമ്മുടെ മാസും സർഫസിൻ്റെ വോളിയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും മോഡൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കാം. അതൊന്നും പറ്റത്തില്ല. ബിൽ ഓഫ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് അനാലിസിസും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള നോ കോംപ്ലക്സ് കർവ്സ് ക്യാൻ ബി മോഡൽഡ്. കാരണം അവിടുത്തെ ആ കർവേച്ചറൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ചെറിയ ഭയങ്കര ചെറിയ മെഷസ് ആവശ്യം വേണ്ടി വരും ആ കർവ്സിലൊക്കെ. അപ്പം കോംപ്ലക്സ് കർവ്സ് ഒക്കെ പാടാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് സർഫേസ് മോഡലിങ്ങിലോട്ട് പോകാം. സർഫേസ് മോഡലിങ്ങിനകത്ത് വ്യത്യാസം ഇതേ വരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ വയർ മെഷ് അല്ലെങ്കിൽ വയർഫ്രെയിം മോഡലിങ്ങിനകത്ത് സ്കിന്നില്ലായിരുന്നു. ഇതിനകത്ത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സർഫേസാണ്, പക്ഷേ അതിന് ഡെപ്ത് ഇല്ല. ഒരു സോളിഡ് മോഡലല്ല, ജസ്റ്റ് ആ സർഫേസ് മാത്രമേ ഉള്ളൂ സർഫേസ് മോഡലിങ്ങിനകത്ത്. അപ്പം കുറച്ചുകൂടെ വിഷ്വലി പ്രസൻറ്റബിളാണ്, വിഷ്വലി കുറച്ചുകൂടെ നമുക്ക് റിയലിസ്റ്റിക് ആണ് സർഫേസ് മോഡലിംഗ്. പിന്നെ എല്ലാ പോയിന്റ്സിലും ഞാൻ പറഞ്ഞ ആ ഷേപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് ഞാൻ വിഷ്വലി അപ്പോൾ റിയലിസ്റ്റിക്കും പിന്നെ കുറച്ചുകൂടി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ സർഫേസസിൻ്റെ കർവ്സ് ഒക്കെ കുറച്ചുകൂടി നല്ലോണം ഡിഫൈൻസ് കർവ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് കർവേച്ചേഴ്സ്, സർഫേസിൻ്റെ കർവേച്ചേഴ്സ് ഒക്കെ നല്ലോണം ഡിഫൈൻ ചെയ്യും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ഇൻഫർമേഷൻ അബൌട്ട് ഇൻസൈഡ് ഓഫ് ദി സർഫേസ്. നെക്സ്റ്റ് സോളിഡ് മോഡലിംഗ്. സോളിഡ് മോഡലിങ്ങിനകത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അതിൻ്റെ ഡെപ്തും എല്ലാം ഡിഫൈൻഡ് ആണ്. അതിൽ കുറേ ടെക്നിക്സ് ഉണ്ട്. നമുക്കതാണ് ഫോർത്ത് മോഡൽ മെയിൻലി പഠിക്കേണ്ടത്, സോളിഡ് മോഡലിംഗ് ടെക്നിക്സ്. അപ്പം അഡ്വാൻറ്റേജസ് ഓഫ് സോളിഡ് മോഡലിംഗ് അത് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ. അപ്പം നമുക്ക് അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അനാലിസിസ് എല്ലാം ചെയ്യാം. പിന്നെ മാസ്, സർഫേസ് വോളിയം, സർഫേസ് ഏരിയ, വോളിയം അതെല്ലാം ഡിഫൈൻ ചെയ്യാം. പിന്നെ അസംബ്ലി ഡ്രോയിങ്സ് ഉണ്ടാക്കാം. പിന്നെ ഇത് നമുക്ക് ആ മോഡൽ നമ്മളിപ്പം CNC മെഷീനിലോട്ടോ അങ്ങനെ ഏതെങ്കിലും ന്യൂമറിക്കലി കൺട്രോൾ മെഷീനിലോട്ട് നമ്മൾ കൊടുത്താൽ ആ മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് സോളിഡ് മോഡലിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ്സ് മതി സോളിഡ് മോഡലിംഗ്. ഇപ്പം നമ്മൾ വയർ ഫ്രെയിം മോഡലിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഞാൻ പറഞ്ഞ ചെറിയ എലിമെൻറ്റ്സ് ആയിട്ടാണ് ഫുൾ ഒരു സർഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ പോയിന്റ്സ് വേണം. ഈ കുറേ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സർഫേസ് ഇങ്ങനത്തെ ഒരു സർഫേസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം സോളിഡ് മോഡലിനകത്തല്ല, ഇപ്പം 4 പോയിന്റ് മതി നമുക്ക്. എന്നിട്ട് അത് എക്സ്ട്രൂഡ് ചെയ്യുമ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഫുൾ ഒരു സോളിഡ് നമുക്ക് കിട്ടുക. അപ്പം അതൊരു മെയിൻ ഒരു അഡ്വാൻറ്റേജാണ്.
പക്ഷേ അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൂടുതലായിരിക്കും. അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജുകൾ. ഇനി സോളിഡ് മോഡലിങ്ങിലോട്ട് പോകാം. സോളിഡ് മോഡലിങ്ങിനകത്ത് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ടോപ്പോളജി, ഒന്ന് ജോമെട്രി. ടോപ്പോളജി എന്ന് പറയുന്നത് ആദ്യം ജോമെട്രി എന്ന് പറയുന്നത് ഒരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു മോഡലുണ്ട്. അതിൻ്റെ ലൈൻസിൻ്റെ ലെൻസും ഈ സർഫസിൻ്റെ സൈഡ്സിലെ അതിൻ്റെ ലെൻസും പിന്നെ അത് തമ്മിലുള്ള ആംഗിളോ പിന്നെ ഏതെങ്കിലും കർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസോ അതെല്ലാമാണ് ജോമെട്രിക്കകത്ത് വരുന്നത്. അപ്പം ഈ 3 ലൈൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ ഈ 3 ലൈൻസ്, ഈ 2 ലൈൻ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ഇത് റേഡിയസ് 6, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജോമെട്രിക്കകത്ത്. ടോപ്പോളജിക്കകത്ത് വരുന്നതെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഷേപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷേപ്പ് എന്ന് വെച്ചാൽ ഈ ലൈൻസ് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ്. അപ്പം ജോമെട്രിക്കകത്ത് നമ്മൾ പറയുന്നത് L1, ഇതിൻ്റെ ലെന്ത് L1, ഇതിൻ്റെ ലെന്ത് L2, ഇതിൻ്റെ L3, ഇതിൻ്റെ റേഡിയസ് 6, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. പിന്നെ ആംഗിൾ പറയാം. ടോപ്പോളജിക്കകത്ത് പറയുന്നത് എങ്ങനെയാണ് കണക്ട്. ഇപ്പം L1 പറയുകയാണെങ്കിൽ L1 ഈസ് കണക്റ്റഡ് ടു ഈ പോയിന്റ്. ഇങ്ങനെ L2 ഈസ് കണക്റ്റഡ് ടു L3, സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ്. അങ്ങനെ L3 ഈസ് കണക്റ്റഡ് ടു ഫസ്റ്റ് ആൻഡ് ഫോർത്ത് പോയിന്റ്. പിന്നിപ്പോൾ ഒരു ഈ കർവ് ഉണ്ടെങ്കിൽ, റേഡിയസ് ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ കർവിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഉള്ളിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോപ്പോളജിക്കകത്ത് പറയുന്നത്. അത് ഷേപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ഫിഗർ വെച്ച് തന്നെ നോക്കാം. അപ്പം ഈ ഫിഗറിനകത്ത് ഇങ്ങനെ 2 എണ്ണം തന്നിട്ട് ഈ 2 ഫിഗറിനകത്തും ഈ ലൈൻസിൻ്റെ ലെൻസ് എല്ലാം സെയിമാണ്. ഇത് ഇവിടെ L1, ഇവിടെ L1, ഇവിടെ L2, ഇവിടെ L2, L3. അതുപോലെ തന്നെ റേഡിയസും 6, പിന്നെ ആംഗിളും 90 ഡിഗ്രി 2ലും. അപ്പം ഈ 2ലും ദേ ഹാവ് സെയിം ജോമെട്രി ബട്ട് ഡിഫറെൻറ്റ് ടോപ്പോളജി, അങ്ങനെയാണെങ്കിൽ പറയാം. ഇനി അടുത്ത കേസാണ്. അടുത്ത കേസിൽ ഇത് ഈ സെയിം ഫിഗർ തന്നെ. അടുത്ത ഫിഗറിനകത്ത് ഇങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ആംഗിളൊക്കെ 90 ഡിഗ്രി, പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് 2ൻ്റെയും സെൻറ്റർ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ 2ൻ്റെ ഷേപ്പ് സിമിലറായി, പക്ഷേ ഇതിൻ്റെ ജോമെട്രി സിമിലർ ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ കേസ് എന്ന് പറയുന്നത് സെയിം ടോപ്പോളജി ഡിഫറെൻറ്റ് ജോമെട്രിയാണ്. ഈ ലൈൻസ് തമ്മിലുള്ള ആംഗിളെല്ലാം വ്യത്യാസം, പക്ഷേ ഈ ലൈൻ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെ. ഇപ്പം 1, 2, 3, 4 ആണെങ്കിൽ 2, 1, 3, 4 ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് 2ഉം 1ഉം തന്നെ. ഇത് ഈ ലൈനുമായിട്ട് കണക്റ്റഡാണ്, ഈ ലൈനുമായിട്ട് തന്നെ കണക്റ്റഡാണ്, ഈ ലൈൻ ഈ കർവും ഈ ലൈനുമായിട്ട്. അപ്പം ആ ടോപ്പോളജി സെയിമാണ്. ടോപ്പോളജിക്ക് അത് ഷേപ്പ് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ലെൻസും പിന്നെ അതുപോലെ തന്നെ ആംഗിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഈ സെൻറ്ററൊക്കെ സെയിം ആയിരിക്കും ടോപ്പോളജിക്ക്. സിമിലർ ഷേപ്സ് വരുവാണെങ്കിൽ സെയിം ടോപ്പോളജി. മോഡലിംഗ് ടെക്നിക്സ്, സോളിഡ് മോഡലിംഗ് ടെക്നിക്സ്. അത് ഫസ്റ്റ് CSG, കൺസ്ട്രക്റ്റ് സോളിഡ് ജോമെട്രി. ഇതിനകത്ത് ഈ ടെക്നിക്കിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറേ പ്രിമിറ്റീവ് ഷേപ്സ് ഉണ്ട്. നമ്മുടെ സ്ഫിയറും സിലിണ്ടറും വെഡ്ജസ്, അതുപോലെ തന്നെ ക്യൂബോയിഡ്സ്, അങ്ങനത്തെ കുറേ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഷേപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അത് ബൂളിയൻ ഓപ്പറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അഡീഷനോ സബ്ട്രാക്ഷനോ ഇൻ്റർസെക്ഷനോ അങ്ങനെ ബൂളിയൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് നമ്മൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മോഡൽസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രിമിറ്റീവ് ഷേപ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോഡൽസൊക്കെ ജനറേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഒരു മോഡലുണ്ടെങ്കിൽ
ഇതിലിവിടെ 2 ഹോളാണെന്ന് വിചാരിച്ചു. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്യൂബ് എടുക്കും. ഇതൊരു ക്യൂബ് ഒരു പ്രിമിറ്റീവ് ഷേപ്പാണ്, ഈ ഒരു കോൺ ഒരു പ്രിമിറ്റീവ് ഷേപ്പാണ്, പിന്നെ ഈ ഒരു സിലിണ്ടർ. ഇത് തമ്മിൽ നമ്മൾ അത് മൈനസ് ബൂളിയൻ ഓപ്പറേഷൻ ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. ഇത് തമ്മിൽ മൈനസ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് മോഡൽസ് തമ്മിൽ പ്ലസ് അഡീഷൻ ചെയ്താൽ നമുക്ക് ഈ മോഡൽ കിട്ടും. ഇതാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് യൂണിറ്റ്. നല്ല ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് ബീറപ്പ് അല്ലെങ്കിൽ ബൗണ്ടറി റിപ്രസെൻറ്റേഷൻ. ബൗണ്ടറി റിപ്രസെൻറ്റേഷനകത്ത് നമ്മൾ ഒരു സോളിഡ് മോഡൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ സർഫേസസ് അല്ല, കുറേ സർഫേസസ് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പം അല്ലെങ്കിൽ കുറേ ലൈൻസ് വെച്ചിട്ടോ അങ്ങനെ ഫുൾ സോളിഡ് മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം ഇത് കുറച്ചുകൂടെ നമുക്ക് കോംപ്ലക്സ് ഷേപ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ബീറപ്പിനകത്ത്. കാരണം ഇപ്പം നമ്മൾ കുറേ ലൈൻസ് ജോയിൻ ചെയ്ത് കുറേ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് കുറേ ലൈൻസ് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു സർഫേസ് കിട്ടി. പിന്നെ കുറച്ചുകൂടെ വേറൊരു സാധാരണ ബേസിക് ആയിട്ടുള്ളത് നമുക്ക് വേറൊരു ഷേപ്പ് കിട്ടി. ആ ഷേപ്സ് നമ്മളെല്ലാം ഇപ്പം ഇത് ഇങ്ങനെ ഒരു സർഫേസ് കിട്ടി, ഇങ്ങനെ ഒരു സർഫേസ് കിട്ടി, അതുപോലെ കുറേ സർഫേസസ് കിട്ടും. ആ സർഫേസ് തമ്മിൽ എൻ്റെ ബൗണ്ടറിയിൽ ഇതിൻ്റെ ഈ എഡ്ജും ജോയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഷേപ്സ് മാത്രം ഉപയോഗിക്കാതെ ഈ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് ആ കംപ്ലീറ്റ് സോളിഡ് മോഡൽ ഉണ്ടാക്കിയെടുക്കാം. അതിനാണ് ബൗണ്ടറി റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ബൗണ്ടറി റിപ്രസെൻറ്റേഷനും CSD തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ബീറപ്പിനകത്ത് ബൗണ്ടറി റിപ്രസെൻറ്റേഷനകത്ത് ഈ കംപ്ലീറ്റ് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ലൈൻസും പോയിൻറ്റ്സും എല്ലാം ഡിഫൈൻ ചെയ്യുന്നുണ്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പം കുറച്ചുകൂടെ ഇത് ഇത്തിരി എന്താ പറയുക tedious പ്രോസസ്സാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റേതിനകത്ത് അങ്ങനെയല്ല. മറ്റേതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ട്. അത് വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് ബൂളിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് CS മോഡൽ ക്രിയേറ്റ് ചെയ്യുക. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ആ ലൈൻസും പോയിൻറ്റ്സും ലൈൻസും കേർവ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഡിഫൈൻഡ് ആയിരിക്കണം. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം സർഫേസസ് ജനറേറ്റ് ചെയ്യും. ആ സർഫേസസ് പിന്നെ ജോയിൻ ചെയ്തിട്ടാണ് സോളിഡ് മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് മോഡലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വീപ്പ് റിപ്രസെൻറ്റേഷനകത്ത് ഏതെങ്കിലും ഒരു 2D ഫിഗറിനെ നമ്മൾ ഒരു റിക്വയർഡ് കർവിൽ കൂടെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തെടുക്കത്തില്ല. അതുപോലെ തന്നെ സ്വീപ്പ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന 3D മോഡൽ. അപ്പോൾ അത് കുറേ ടൈപ്സ് ഉണ്ട്. ഒന്ന് ലീനിയറിനകത്ത് ഇപ്പോൾ ഇത് 2D പ്ലെയിൻ ആണെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തെടുത്ത് അപ്പോൾ ഇതൊരു ലീനിയർ സ്വീപ്പായി. ഇത് ട്രാൻസ്ലേഷനിൽ, അതുപോലെ തന്നെ റൊട്ടേഷനിലും ഉണ്ട്. റൊട്ടേഷനിനകത്ത് ഇപ്പോൾ ഈ പ്ലെയിൻ ഫിഗറിനെ ഈ ഒരു ആക്സിസിനെ പോട്ട് കറക്റ്റ് ചെയ്യാൻ നമുക്കൊരു 3D സോളിഡ് കിട്ടും. ഒരു ഹോളോ സിലിണ്ടർ കിട്ടും. അതും ഒരു ലീനിയർ സ്വീപ്പ്. പിന്നെ നോൺ ലീനിയർ ഉണ്ട്. നോൺ ലീനിയർ സ്വീപ്പിനകത്ത് ഈ സ്ട്രേറ്റ് ലൈനിൽ കൂടെ അതൊരു കേർവ്ഡ് പാത്തിൽ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു നോൺ ലീനിയർ സ്വീപ്പായി. പിന്നെ ഹൈബ്രിഡ് സ്വീപ്പിനകത്ത് നമ്മൾ ഏതെങ്കിലും രണ്ട് 2D പ്ലെയിൻസിന് നമ്മൾ ഒരുമിച്ച് 2 ഡയറക്ഷനിലോ സെയിം ഡയറക്ഷനിലോ നമ്മൾ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് ഹൈബ്രിഡ് സ്വീപ്പ്. അപ്പം ഇതൊരു പ്ലെയിന്, ഇതൊരു വേറൊരു പ്ലെയിൻ സർഫേസ്. അപ്പോൾ ഇതിനെ നമ്മൾ ബാക്കിലോട്ട് ഈ ഡയറക്ഷനിൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുക, നമുക്കിത് കിട്ടി. ഇതിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് രണ്ടും ജോയിനായി. ഇതിനാണ് ഹൈബ്രിഡ് സ്വീപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇൻവാലിഡ് സ്വീപ്പ് ഉണ്ട്. ചെയ്യാൻ പറ്റത്തില്ല സ്വീപ്പ്, ഇൻവാലിഡ്. അപ്പം ഇങ്ങനൊരു സർഫേസ് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഡയറക്ഷൻ എക്സ്ട്രൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡാംഗ്ലിംഗ് സർഫേസ് അതുപോലെ തന്നെ ഇരിക്കും, അത് അങ്ങോട്ട് എക്സ്ട്രൂഡ് ആകത്തില്ല. അപ്പോൾ അതിന് പറയുന്നതാണ് ഇൻവാലിഡ് സ്വീപ്പ്. നെക്സ്റ്റ് സെൽ ഡീകമ്പോസിഷനകത്ത് കുറേ ഇൻഡിവിജ്വൽ സെൽസായിട്ട് നമ്മൾ ഒരു സോളിഡ് മോഡലിനെ ഡീകമ്പോസ് ചെയ്യും. അപ്പം ആ ഡീകമ്പോസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും മോഡലിനെ.
അതാണ് സെൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സോളിഡ് മോഡലിനെ ഈ CSGയുടെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറേ മോഡ്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ബേസിക് എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ആദ്യം അതിനെ മാറ്റിയെടുക്കും. എന്നിട്ട് ആ എലിമെൻറ്റ്സിനെ എല്ലാം ജസ്റ്റ് ആ സർഫേസ് ഇൻ്റർസെക്ഷൻ പറ്റത്തില്ല, സർഫേസ് മാത്രം നമുക്ക് അറ്റ് ദി സർഫേസ് മാത്രം നമുക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ രണ്ട് സോളിഡ് മോഡൽസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ താഴത്തെ ബോട്ടം സർഫേസ് ഇതിൻ്റെ ടോപ്പ് സർഫേസ് നമ്മൾ ജോയിൻ ചെയ്ത് മോഡലുണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് ഇത് രണ്ടിന്. അപ്പം ഇത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്യാൻ പാടില്ല, ഇതിന് ഉള്ളിലോട്ട് പോകാൻ പാടില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റ് സെൽ ഡീകമ്പോസിഷന്. അതിനകത്ത് ദർ ഷുഡ് ബി നോ ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ് മോഡൽസ്, ടു പ്രിമിറ്റീവ് മോഡൽസ്. അപ്പം ആ ഒരു മോഡലിനെ ഡീകമ്പോസ് ചെയ്ത് കുറേ മോഡ്യൂൾസ് ആക്കിയിട്ട് പിന്നെ മോഡൽ ഉണ്ടാക്കുന്നതിനാണ് സെൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണമെങ്കിൽ, ഒന്ന് സ്പേഷ്യൽ ഓക്യുപ്പൻസി എന്യൂമറേഷൻ. ഇതിനകത്ത് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ബാറിനെ ഇപ്പം കുറേ ചെറിയ ചെറിയ സെൽസായിട്ട് ഡിഫൈൻ ചെയ്യും. ആ സെൽസ് സിമിലർ ഷേപ്പും സൈസും ആയിരിക്കണം. ഇപ്പം ഇങ്ങനെ കുറേ ക്യൂബിക്കൽ സെൽസായിട്ട് ഡിഫൈൻ ചെയ്ത് അപ്പം ഈ എല്ലാ സെൽസും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ആ 3D മോഡൽ. അതിന് സ്പേഷ്യൽ ഓക്യുപ്പൻസി എന്യൂമറേഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റേത് ഓക്ട്രി എൻകോഡ്. ഇതിനകത്ത് സിമിലർ ഷേപ്പുള്ള സെൽസ് കുറേ കാണും, സെയിം സൈസ് ആണെന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ എല്ലാം ക്യൂബിക്കലായിട്ടുള്ള സെയിം ഷേപ്പും സൈസും ഉള്ള സെൽസ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഷേപ്പ് സെയിം ആയിരിക്കണമെന്നേ ഉള്ളൂ, സെയിം സൈസ് ആയിരിക്കണമെന്നില്ല. ആ സെൽസ് എല്ലാം ഒരുമിച്ച് ഫിറ്റ് ചെയ്തിട്ട് ആ ജനറൽ നമുക്ക് ആ ഡിസൈഡ് മോഡൽ എടുക്കാം. അതിനാണ് ഓക്ട്രി എൻകോഡിങ്.